പ്യുവർ ടെസ സിൽക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. പേൾ ക്രീം ആണ് സാരിയുടെ ആ ഒരു ബേസ് കളർ വരുന്നത്. പേൾ ക്രീം അതിൽ മൾട്ടി കളറിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിൽ ഒരു ഫ്ലോറൽ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സ് ആയിരിക്കും സാരിയിൽ വരുന്നത്. ഈ ഒരു ലുക്കാട്ടോ നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും വളരെ ഒതുങ്ങിയിരിക്കുന്നതാണ്. പ്യുവർ നോയൽ ടെസ സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ ആണ് സാരിയുടെ ഒരു സ്റ്റൈൽ വരുന്നത്. അതിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഫുൾ ബോഡിയിലും ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. നല്ലൊരു എംബ്രാൾഡ് ഗ്രീൻ, ഒരു റസ്റ്റിക് ടോൺ ആൻഡ് മസ്റ്റേർഡ് യെല്ലോ, ഈ ഒരു കോമ്പിനേഷനിലാണ് സാരി വരുന്നത്. നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു എമറാൾഡ് ഗ്രീൻ ബ്ലൗസിൽ ഒരു ക്രോപ്പ് ടോപ്പ് ആണ് ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത്. അതല്ല, ഇതിന്റെ കൂടെ വരുന്നതും പേൾ ക്രീമിൽ തന്നെ നല്ല പാറ്റേണിലാണ് സെൽഫ് കളർ വർക്ക് ബ്ലൗസ് വരുന്നത്. ഇതായിരിക്കും ആ ഒരു ക്രോസ് സ്റ്റിച്ച് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെ വരും. സ്മോൾ ഫ്ലോറൽ മോട്ടീവ്സും വരുന്നുണ്ട്. ആ ഒരു ബിഗർ മോട്ടീവ്സിലായിരിക്കും ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്നത്. നല്ല കോമ്പിനേഷനാണ്, വളരെ സോഫ്റ്റ് കോമ്പിനേഷൻ. ഒരു റസ്റ്റിക് മസ്റ്റേർഡ് യെല്ലോ, എമറാൾഡ് ഗ്രീൻ. പ്ലീറ്റ്സ് എല്ലാം നല്ല പ്യുവർ ടെസർ ആയതുകൊണ്ട് തന്നെ അറിയാലോ, ആ ഒരു കംഫർട്ട് ലെവൽ വളരെ നമുക്ക് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടും അതല്ലാതെ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ക്രിസ്മസ് അറ്റയറായിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. കാരണം പേൾ ക്രീം ആണ് സാരിയുടെ ബേസ് വരുന്നത്. പ്ലീറ്റ്സ് എല്ലാം ഈ ഒരു പാറ്റേൺ ആയിരിക്കും വരിക. ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. ആ ഒരു പ്യുവർ ടെസറിൽ നോർമലി വരുന്ന അതേ സ്റ്റൈലിൽ തന്നെയാണ് സാരിയുടെ പല്ലു വരുന്നത്. ഗോൾഡൻ സെറിയിലുള്ള സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള മുന്താണി, അതിൽ മിഡിൽ വരുമ്പോൾ ഗീച്ച വീവിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ഈ ഒരു ഏരിയ വരുന്നത് ഗീച്ച വൂവൺ പാറ്റേൺ വന്നിട്ട് അപ്പറും ലോവറും ഗോൾഡൻ സെറി സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് പേൾ ക്രീമിൽ തന്നെ ഈ ഒരു എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് ആണ്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് ബ്ലൗസിന്റെ സ്ലീവിൽ വരും. എല്ലാ കളേഴ്സും നല്ല നല്ല കളർ പാലറ്റിലാണ് ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് വരുന്നത്. ബോഡി എല്ലാ കളറും സെയിം തന്നെയാണ്. പേൾ ക്രീമിലായിരിക്കും ബോഡി വരുന്നത്. ഇത് വരുന്ന ഒരു സ്ട്രോബെറി പിങ്ക് ആണ് സാരിയിൽ ആ ഒരു മോട്ടീവ്സ് വരുന്നത്. സ്ട്രോബെറി പിങ്ക് ആൻഡ് എമറാൾഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ. ലീഫ് പാറ്റേൺ വരുമ്പോൾ എമറാൾഡ് ഗ്രീനിൽ തന്നെ ആയിരിക്കും. ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത് നല്ലൊരു സ്ട്രോബെറി പിങ്കിലാണ്. വിത്തൗട്ട് ബോർഡർ, ഗീച്ച വൂവൺ പല്ലു, ബ്ലൗസിന്റെ സ്ലീവിൽ സെയിം ആ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാറ്റേണിലായിരിക്കും ബ്ലൗസ്. എല്ലാ സാരിയുടെയും ആ ഒരു ബ്ലൗസ് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ കോപ്പർ സൾഫേറ്റ് ബ്ലൂ ആൻഡ് എമറാൾഡ് ഗ്രീൻ, ആ ഒരു കോമ്പിനേഷനിലാണ് ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബാക്കി എല്ലാ പാറ്റേണും ഡിസൈൻ എല്ലാം സെയിം തന്നെ വരുന്നത്. വിത്തൗട്ട് ബോർഡർ, ഗീച്ച വൂവൺ പല്ലു വിത്ത് റണ്ണിങ് ബ്ലൗസ്. അടുത്ത കളർ പറയുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് കളറാണ്. പേസ്റ്റൽ പീച്ചും മൗ ടോണും എമറാൾഡ് ഗ്രീനും, ഈ 3 കളർ ടോണിലായിരിക്കും ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേൺ സെയിം സ്റ്റൈൽ പല്ലു വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂവും എമറാൾഡ് ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷനാണ്. ഓക്സ്ഫോർഡ് ബ്ലൂ, നേവി ബ്ലൂ ആൻഡ് എമറാൾഡ് ഗ്രീൻ, 3 കളർ ടോണിലാണ് സാരി വരുന്നത്. സെയിം സ്റ്റൈൽ ആ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സ് ആയിരിക്കും ഫുൾ ബോഡി വരിക. അതിന് തന്നെ സ്മോൾ മിനിയേച്ചർ മോട്ടീവ്സ് ബോഡിയിൽ വരുന്നുണ്ട് കേട്ടോ. ബിഗർ മോട്ടീവ്സും സ്മോൾ മോട്ടീവ്സും കൂടി ആയിരിക്കും വരുന്നത്. ഇതായിരിക്കും എല്ലാ സാരിയുടെയും ആ ഒരു പാറ്റേൺ. ഗീച്ച വൂവൺ പല്ലു വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് സാരി പാറ്റേൺ മാറിയിട്ടുണ്ട്. പ്യുവർ ടെസ സിൽക്ക് തന്നെയാണ്. പ്യുവർ നോയൽ ടെസ സിൽക്കാണ് സാരിയുടെ ഫാബ്രിക്. പേൾ ക്രീം തന്നെയാണ് സാരിയുടെ കളർ വരുന്നത്. ഇതിൽ ബോഡി കംപ്ലീറ്റ് ആ ഒരു സെൽഫ് കളർ ഫ്ലോറൽ ജാൽ പാറ്റേണിലാണ്. ത്രെഡ് വർക്ക് ആണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. അതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല കോമ്പിനേഷനിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. ഇതായിരിക്കും കേട്ടോ ഫുൾ ബോഡിയിലും ആ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം. സാരി നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരി വന്നിരിക്കുന്നത്. നമുക്കൊരു വെഡിങ് പോലെയുള്ള ഫംഗ്ഷന് ഡ്രേപ്പ് ചെയ്യാം. ക്രിസ്മസ് ഒരു ഈവിൽ നമുക്കൊരു പാർട്ടി വെയർ മൂഡിൽ നമുക്കിത് ഡ്രേപ്പ് ചെയ്യാം. ചേർച്ച് വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഫുൾ ആ ഒരു എംബോസ്ഡ് പാറ്റേണിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് ഫുൾ ബോഡിയിലും. ആ പേൾ ക്രീമിൽ തന്നെയാണ്, പേൾ ക്രീം ത്രെഡിൽ തന്നെയാണ് വരുന്നത്. വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ലൊരു ലുക്കാട്ടോ നേരിട്ട് കാണാൻ സാരി. സോഫ്റ്റ് കളറിൽ പേസ്റ്റൽ പീച്ച് മോ എമറാൾഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ആ ഒരു ബോർഡറിൽ ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ബോഡിയിൽ വരുമ്പോൾ സെൽഫിലായിരിക്കും ഫുൾ വർക്ക് വരുന്നത്. അപ്പറും ലോവറും സെയിം പാറ്റേണിൽ തന്നെയാണ് ബോർഡർ വരുന്നത്. അതേ പാറ്റേൺ വന്നിട്ട് പേൾ ക്രീമിൽ ഫുൾ ജാൽ പാറ്റേണിലുള്ള ത്രെഡ് വർക്ക്. വീണ്ടും ലോവർ ഏരിയ വരുമ്പോൾ അതേ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിൽ തന്നെയായിരിക്കും ബോർഡർ വരുന്നത്. ഗീച്ച വീവിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ബ്ലൗസ് വരുന്ന സെയിം അതേ ആ ഒരു എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരും. സെയിം സ്റ്റൈൽ അതേ വർക്ക് തന്നെ വരുന്ന കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. ഇത് വരുമ്പോൾ മസ്റ്റേർഡ് യെല്ലോ, ആ ഒരു റസ്റ്റിക് ടോൺ ആൻഡ് എമറാൾഡ് ഗ്രീൻ, ഈ ഒരു കോമ്പിനേഷനിലായിരിക്കും വരുന്നത്. ബോഡി കംപ്ലീറ്റ് ആ ഒരു പേൾ ക്രീമിൽ തന്നെയായിരിക്കും ഫ്ലോറൽ ജാൽ പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. വർക്ക് എല്ലാം സെയിം തന്നെയാണ്, കോമ്പിനേഷനാണ് മാറിയിരിക്കുന്നത്. ഇതായിരിക്കും നല്ലൊരു എംബോസ്ഡ് പാറ്റേണിലാണ് ബോഡിയിൽ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ബോർഡർ വരുമ്പം ഈ ഒരു പാറ്റേണിനാണ്. ഒരു ഹൽദി യെല്ലോ ആണ്. ഹൽദി യെല്ലോ, റസ്റ്റിക് ടോൺ ആൻഡ് എമറാൾഡ് ഗ്രീൻ. നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യുന്നവർക്ക് നമുക്ക് അങ്ങനെയും ഡ്രേപ്പ് ചെയ്യാം. അപ്പോൾ വേറൊരു ലുക്ക് ആയിരിക്കും സാരിക്ക് വരുന്നത്. ഇതിന്റെ കൂടെ വരുന്ന ബ്ലൗസും പ്ലെയിനിൽ തന്നെ ഫുൾ വർക്കിൽ തന്നെ വരുന്നുണ്ട്. ഇതായിരിക്കും ആ ഒരു പാറ്റേൺ വരിക. പല്ലു ഗീച്ച വൂവൺ സ്റ്റൈലുള്ള സാരിയുടെ മുന്താണി വിത്ത് ബ്ലൗസ്. ബ്ലൗസിന്റെ സ്ലീവിൽ സെയിം ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും വരുന്നത്. വീണ്ടും നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ് അടുത്ത സാരി വരുന്നത് കേട്ടോ. പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതിൽ ബോഡി വരുമ്പോൾ അതേ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ബോർഡർ ഉണ്ട് സാരിക്ക്. പേൾ ക്രീമിൽ തന്നെ ഈ ഒരു പാറ്റേണിലാണ് പേൾ ക്രീമിൽ ആ ഒരു ബോർഡർ വരുന്നത്.
നല്ലൊരു ജാൽ പാറ്റേൺ, ഫ്ലോറൽ ഡിസൈൻസിൽ എംബോസ്ഡ് പാറ്റേണിലായിരിക്കും. ബോഡി ഡീറ്റെയിലിംഗ് ഇങ്ങനെ വരും. ബോഡി ഈ ഒരു പാറ്റേണിലാണ്. പീച്ച്, ലാവൻഡർ, എമറാൾഡ് ഗ്രീൻ, മൗ ടോൺ ഈ ഒരു കോമ്പിനേഷനിലായിരിക്കും ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോർഡർ, പല്ലു ഗീച്ച വീവിൽ തന്നെയാണ് വരുന്നത്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ ഡീറ്റെയിലിംഗിലായിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരും. സെയിം കോമ്പിനേഷൻ സെയിം തന്നെയാണ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിന്റെ. ലാവൻഡർ, മോ, പീച്ച് ആൻഡ് എമറാൾഡ് ഗ്രീൻ തന്നെ വരുന്നത്. വിത്തൗട്ട് ബോർഡർ ആണ് സാരി വരുന്നത്. ഫുൾ ബോഡി സെയിം സ്റ്റൈലിൽ തന്നെയായിരിക്കും. ആ ഒരു സ്മോൾ ഫ്ലോറൽ മോട്ടീവ്സും ആ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സും വരുന്നുണ്ട്. ഗീച്ച വൂവൺ പല്ലു സെയിം സ്റ്റൈലിൽ ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സിലായിരിക്കും വിത്ത് ബ്ലൗസ്. ഇന്നത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു. പ്യുവർ ടെസ സിൽക്ക്, പ്യുവർ നോയിൽ ടെസ സിൽക്കിൽ പേൾ ക്രീമിലുള്ള കളക്ഷൻസ് ആയിരുന്നു വന്നത്. അതിൽ ലാസ്റ്റ് സാരിയാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ആ ഒരു ഹൽദി യെല്ലോ, റസ്റ്റിക് ടോൺ, എമറാൾഡ് ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് ബോഡിയിൽ ആ ഒരു വർക്ക് വരുന്നത്. എല്ലാ കോമ്പിനേഷൻസും നല്ലതാട്ടോ. ഈ ഒരു പാറ്റേണിലായിരിക്കും. സ്മോളർ മോട്ടീവ്സ്, ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ. ഗീച്ച വീവില് ഗോൾഡൻ സെറി വൺ സ്റ്റൈലിലായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. ഫുൾ ഈ ഒരു എംബ്രോയിഡറി വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ്.